അപ്പം നമ്മൾ ഹോസ്റ്റലല്ല കോളേജിട്ട് പോയോണ്ടിരിക്കുകയാണ്. ലേറ്റ് ആയിരിക്കണം. നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും നല്ല രസമുണ്ട്. ദിൻഷ എവിടെ അത്? 9:30 ശിങ്കാരി മേളം. അപ്പം അതിനായിട്ട് എല്ലാവരും നടക്കുകയാണ് കേട്ടോ. ഷിജന എന്തെങ്കിലും സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട്. ആദ്യം തന്നെ ജിൻസി മിസ്സോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിനൊരു നന്ദി പറയാണ്. സൗന്ദര്യം എന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത് നന്മയാണ്. ഒരു മനുഷ്യൻ്റെ നന്മയാണ് അയാളെ സൗന്ദര്യം ഉണ്ടാക്കുന്നത്. അയാളുടെ പ്രവൃത്തിയാണ് സൗന്ദര്യം ഇല്ലായ്മയാക്കുന്നത്. നമ്മളിവിടെ ഓണസദ്യ കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ലാസ്റ്റാണ് കയറുന്നത്. ലാസ്റ്റ് ആയിരുന്നു 4th years കഴിക്കേണ്ടത്. പഹക്ക് ടയേർഡായി. ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി ഹോസ്റ്റ് ഉണ്ട്. വയറ് കുളത്തി പിടിക്കുമെന്ന് അറിയില്ല. ഇത് വേഗം കഴിച്ചിട്ട് വേണം അടുത്തേക്ക് പോകാൻ. ലഹലൊന്നും ഇരുന്നില്ലേ? നമ്മുടെ ചോറ് ഇതാ ഇവിടെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഹലോ, എങ്ങനെയുണ്ട് ചോറ്? സൂപ്പറാ. ലിനെറ്റ് എങ്ങനെയുണ്ട്? പായസം, പപ്പടം, ഇതിൽ പിടിച്ചിട്ടൊരു ഉരുള, പഴം കൂടി വേണം. ഗൈസ്, ഹോസ്റ്റിനുള്ള പ്രാക്ടീസ് ആണ് ഇവിടെ നടക്കണത്.
ഞങ്ങളൊക്കെ ഉണ്ട്. എന്താ ഒന്ന് കണ്ടറിയാം. വാശിയേറിയ മത്സരം. മെയിൻസ് ഓഫ് NCT. ആണ് അവസാനം ഓണത്തിനെ പറ്റി പറയാനുള്ളത്. വിഷമായി ഗൈസ്. പക്ഷെ അടിപൊളിയായിരുന്നു ഗൈസ്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ വേണമായിരുന്നു. ഹെർമനോസ് തകർത്തു, കൊല കൊണ്ടുപോയി ഗൈസ്. അങ്ങനെ കലാശക്കൊട്ടായി. വീഡിയോ ഒന്ന് നിർത്തിക്കാം. എല്ലാവരും നല്ല പണിത്തിരക്കിലാണ്. കണ്ട ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറയുമ്പോൾ മുഖം പൊത്തി പോകും ഗൈസ്. അപ്പം ഇന്നത്തെ ഓണപരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സമയം ഇപ്പം 5 മണിയായി. 5 മണി കഴിഞ്ഞു കേട്ടോ. എല്ലാതും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണോ ഇന്നലെ ഉണ്ടാക്കി വെച്ചത് അതൊക്കെ ഇനി പൊളിച്ചെടുക്കണം. അതാണ് ഇവിടെ പണിയെടുക്കാണ്ട് ഞങ്ങളോട് പണിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഊരിടാനും ഞങ്ങൾ ഇന്നലെ കെട്ടിയതൊക്കെ ഊരിടാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മുങ്ങിരിക്കുക വയ്യ. കാലൊക്കെ പൊളിഞ്ഞു, മൊത്തത്തിൽ ഇതായി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത് പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? പെട്ടെന്ന് കഴിഞ്ഞു. 2 ദിവസം പെട്ടെന്ന് പോയിട്ടോ. ഇനി ഒരു ഓട്ടാക്കാരും ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഒരു ഓട്ടാകും ഇക്കൊല്ലത്തിന്റെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു ഞങ്ങൾ 10 കൊല്ലം കഴിഞ്ഞാലും ഇവിടെ വരുമോ അങ്ങനത്തെ ഒക്കെ. അപ്പൊ അതൊക്കെ ഒരു അറിയില്ലല്ലോ നമുക്കിനി എന്താ ഉണ്ടാവാൻ പോണേന്നൊന്നും. ഞങ്ങൾ ഇങ്ങനെ അതൊക്കെ ഇരുന്ന് പറയുന്നു. ഈ വർഷത്തെ ഓണത്തെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ലാസ്റ്റത്തെ ഓണമായിരുന്നു. കഴിഞ്ഞ വട്ടം ഞങ്ങൾക്ക് ഓണം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാല്. കാരണം കോളേജായി അറിയാലോ, തല്ലുണ്ടായി കഴിഞ്ഞാല് പിന്നെ മാനേജ്മെന്റിലൂടെ ഓണം നടത്തില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇരുന്ന് ഓണം നടത്താനുള്ള ഒരു ചാൻസ് ഞങ്ങളായിരുന്നു ഫൈനൽ ഇയേഴ്സ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ കോളേജ് കഴിഞ്ഞു. കോളേജ് കഴിഞ്ഞിട്ടില്ല. ലൈക്ക് കോളേജ് ലൈഫ് കഴിഞ്ഞു, പക്ഷെ പഠിപ്പ് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കോളേജ് ലൈഫ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ. ഞങ്ങളുടെ കോ ബാച്ച് ഇറങ്ങിക്കൊല്ലാം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ റോളില്ല വല്ലാതെ. 5th ഇയറും 6th ഇയറും ഞങ്ങൾ ഹോസ്പിറ്റലാണ്. അപ്പൊ ഇവിടക്ക് വരുമെങ്കിലും പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ വരല് കുറവായിരിക്കും. ഇത്ര നാളുള്ള ഒരു വൈബ് ഉണ്ടാവില്ല. ഇന്നത്തെ ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാല് ഞങ്ങള് വടംവലിക്ക് തോറ്റു. ഞങ്ങളല്ല പക്ഷെ അത് കുഴപ്പമില്ല. അതെ, ഞങ്ങൾ അങ്ങനെ ഒരു മൈൻഡിലാണ് അത് എടുത്തത്. ഞങ്ങൾ ബോയ്സ് വടംവലിക്ക് തോറ്റു. പക്ഷെ അതെനിക്ക് തോന്നുന്നു സൈഡ് മാറിയതിന്റെ പ്രശ്നമായിരിക്കും. കാരണം ഈ സൈഡിൽ അവർ ജയിച്ചു, ആ സൈഡ് എത്തിയപ്പോ തന്നെ അത് നമുക്കൊരു വിഷയമല്ല. ഓക്കെ. പിന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ചു. ഞങ്ങളുടെ ഹോസ്റ്റ് ഉണ്ടായി. അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. പറ്റാണെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലർ കോളേജ് കഴിഞ്ഞിട്ടുണ്ടാവും, ചിലർ കോളേജിൽ കയറാൻ പോവായും. അപ്പൊ എങ്ങനെയൊക്കെ ആയാലും നിങ്ങളുടെ കോളേജ് ലൈഫ് നിങ്ങൾ എന്ത് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഓണൊക്കെ കിടന്ന് അടിച്ചു. ഈ ഒരു ലൈഫ് നമുക്ക് കുറച്ചാൾ കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഒരു മെമ്മറിയായിട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. സോ എല്ലാവരും അടിച്ചു പൊളിക്കുക കോളേജ് ലൈഫ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മിനി തിരിച്ച് ഹോസ്റ്റലിൽ പോവാണ്. അപ്പോൾ ബൈ.